സ്ത്രീ മാനവരാശിയുടെ അസ്തിത്വത്തിൻ്റെയും നിലനിൽപ്പിൻ്റെയും അടിസ്ഥാനശില. യുഗായുഗങ്ങളായി മകളും സഹോദരിയും ഭാര്യയും അമ്മയും അമ്മൂമ്മയുമായി പരിലസിക്കുന്ന ജീവശക്തി. ഓരോ സ്ത്രീയെയും സംബന്ധിച്ചിടത്തോളം അവൾ കൗമാരപ്രായം എത്തുന്നതോടെ പുതിയൊരു ഉത്തരവാദിത്വത്തിലേക്ക് കൂടി പ്രവേശിക്കുകയാണ്. ആർത്തവാരംഭത്തോടുകൂടി പ്രകൃതി തന്നിലേൽപ്പിച്ച മഹത്തായ കടമ നിർവഹിക്കാൻ സ്വയം പര്യാപ്തയാവുകയാണ്. മനുഷ്യജീവന്റെ തുടിപ്പുകളെ ഉദരത്തിൽ സംവഹിക്കുവാൻ അവൾ തയ്യാറാകുന്നു. അതിന് അവളെ സഹായിക്കുന്നതോ അണ്ഡോൽപാദനം എന്ന പ്രക്രിയയും. അണ്ഡോൽപാദനം ആർത്തവചക്രത്തിലെ ഒരു പ്രധാന ഘട്ടമാണ് അണ്ഡോൽപാദനം. ഒരു സ്ത്രീയുടെ അണ്ഡാശയത്തിൽ ആയിരക്കണക്കിന് അണ്ഡങ്ങളുണ്ട്. സാധാരണയായി ഒരു ആർത്തവചക്രത്തിന്റെ കാലാവധി 28 ദിവസമാണ്. അതിൽ ആദ്യത്തെ 7 ദിവസം ആർത്തവ ദിനങ്ങളാണ്. ഈ ദിവസങ്ങളിൽ അണ്ഡാശയ ഫോളിക്കിളുകളിൽ നിന്ന് ഈസ്ട്രജൻ എന്ന സ്ത്രീ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. തൽഫലമായി ഗർഭപാത്രം ബീജസംയോഗശേഷമുള്ള സിക്താണ്ഡത്തെ സ്വീകരിക്കാൻ പര്യാപ്തമായ വിധത്തിലുള്ള മാറ്റങ്ങൾക്ക് വിധേയമാകുന്നു. തുടർന്ന് തലച്ചോറിലെ ശ്ലേഷ്മഗ്രന്ഥിയിൽ നിന്നും ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ല്യൂട്ടിനൈസിംഗ് ഹോർമോൺ അണ്ഡം പാകപ്പെടുത്തുന്നതിന് സഹായിക്കുന്നു. അതിനുശേഷം ആർത്തവചക്രത്തിന്റെ 14ാമത്തെ ദിവസം ഈ അണ്ഡം അണ്ഡാശയത്തിലെ ചെറു അറയിൽ നിന്നും ബഹിർഗമിക്കുന്നു. ഈ അണ്ഡത്തെ അണ്ഡവാഹിനിക്കുഴലിന്റെ അറ്റത്തുള്ള തൊങ്ങല് പോലുള്ള ഫിംബ്രിയകൾ സ്വീകരിക്കുകയും തുടർന്ന് അണ്ഡവാഹിനിക്കുഴലിന്റെ പ്രവേശന കവാടത്തിലേക്ക് എത്തുകയും ചെയ്യുന്നു. പ്രസ്തുത അണ്ഡം ഏകദേശം 12 മുതൽ 24 മണിക്കൂർ വരെ ജീവനക്ഷമമായി നിലകൊള്ളുന്നു. ഈ സമയപരിധിക്കുള്ളിൽ ബീജം എത്തുകയാണെങ്കിൽ അണ്ഡബീജ സംയോഗം നടക്കുകയും അല്ലാത്ത പക്ഷം ആർത്തവ രക്തത്തിലൂടെ പ്രസ്തുത അണ്ഡം പുറന്തള്ളപ്പെടുകയും ചെയ്യുന്നു. ബീജ സംയോഗം. സ്ത്രീ പുരുഷ സംയോഗ സമയത്ത് ദശലക്ഷക്കണക്കിന് ബീജങ്ങൾ സ്ത്രീ യോനിയിൽ നിക്ഷേപിക്കപ്പെടുന്നു. ഇവയിൽ നിന്നും ആയിരക്കണക്കിന് ബീജങ്ങൾ അണ്ഡവാഹിനിക്കുഴലിൽ എത്തുകയും തുടർന്ന് 300 മുതൽ 500 വരെ ബീജങ്ങൾ അണ്ഡത്തെ സമീപിക്കുകയും ചെയ്യുന്നു. ഇതിൽ ഒന്നു മാത്രം അണ്ഡവുമായി സംയോജിക്കുന്നു. തൽഫലമായി ഉണ്ടാകുന്ന സിക്താണ്ഡം തുടർച്ചയായി കോശവിഭജനത്തിന് വിധേയമാകുന്നു. ഏകദേശം 6 ദിവസങ്ങൾക്കു ശേഷം ഈ സിക്താണ്ഡം ഗർഭാശയത്തിൽ എത്തിച്ചേർന്ന് ഗർഭാശയ ഭിത്തിയിൽ പറ്റിപ്പിടിച്ച് വളരാൻ തുടങ്ങുന്നു. ഇത് ഒരു ക്രമമായ ആർത്തവചക്രത്തിന്റെ 20ാമത്തെ ദിവസമാണ് സംഭവിക്കുന്നത്. ഗർഭകാലം 1 മുതൽ 9 ആഴ്ച വരെ. 16 മുതൽ 64 വരെ കോശങ്ങളെ ഉൾക്കൊള്ളുന്ന സിക്താണ്ഡം ബ്ലാസ്റ്റോസിസ്റ്റ് എന്ന പേരിൽ അറിയപ്പെടുന്നു. പ്രസ്തുത ബ്ലാസ്റ്റോസിസ്റ്റ് സംയോഗശേഷമുള്ള 4ാമത്തെയോ 5ാമത്തെയോ ദിവസം ഗർഭാശയത്തിലേക്ക് എത്തിച്ചേരുന്നു. ഈ സമയത്ത് ഈ സിക്താണ്ഡത്തിന് ഒരു പേനത്തുമ്പിന്റെ വലിപ്പമേ ഉണ്ടാവൂ. ഈ സിക്താണ്ഡത്തിന്റെ ഉള്ളിലുള്ള കോശസമൂഹം ഭ്രൂണമായും പുറത്തുള്ള കോശസമൂഹം മറുപിള്ളയായും രൂപാന്തരം പ്രാപിക്കുന്നു. തുടർന്ന് ഭ്രൂണം ഗർഭാശയ ഭിത്തിയിൽ പറ്റിപ്പിടിച്ച് വളരാൻ തുടങ്ങുന്നു. ഇപ്പോൾ ഇതിന് ഒരു എള്ളുമണിയുടെ വലിപ്പമേ ഉള്ളൂ. അതിനുശേഷം കോശസമൂഹം മാറ്റങ്ങൾക്ക് വിധേയമാവുകയും അവയവ രൂപീകരണം ആരംഭിക്കുകയും ചെയ്യുന്നു. ഈ ഘട്ടത്തിൽ ഭ്രൂണത്തിന്റെ സുതാര്യമായ ത്വക്കിലൂടെ മസ്തിഷ്കം, സുഷുമ്ന നാഡി തുടങ്ങിയവ കാണാറാകുന്നു. ഈ സമയത്തു തന്നെ ഗർഭസ്ഥ ശിശുവിന്റെ രക്തപര്യയന വ്യവസ്ഥ പ്രവർത്തന സജ്ജമാവുകയും
ഹൃദയസ്പന്ദനം ആരംഭിക്കുകയും ചെയ്യുന്നു. ഈ സമയത്ത് ഭ്രൂണം ഒരു വാൽമാക്രിയുടെ രൂപത്തിന് സമാനമായിരിക്കും. അതുപോലെ തന്നെ ഭ്രൂണത്തിന് ആവശ്യമായ ഓക്സിജനും പോഷകങ്ങളും മറുപിള്ളയിലൂടെയാണ് സംവഹിക്കപ്പെടുന്നത്. ഈ 9 ആഴ്ചകൾ കൊണ്ട് ഭ്രൂണത്തിന് കൈകൾ, കാലുകൾ, മൂക്ക്, ചെവി, കണ്ണ് എന്നിവ രൂപപ്പെട്ടു തുടങ്ങുന്നു. ഒരു മുന്തിരിങ്ങയുടെ വലുപ്പത്തിലുള്ള ഭ്രൂണം മനുഷ്യരൂപം പ്രാപിക്കുകയും ചെയ്യുന്നു. വെറുമൊരു കോശ സമൂഹത്തിൽ നിന്നും ഒരു മനുഷ്യജീവൻ രൂപമെടുക്കുന്നത് എത്ര ആശ്ചര്യജനകമാണെന്ന് നോക്കൂ. ഗർഭകാലം 10 മുതൽ 14 ആഴ്ച വരെ. 10ാമത്തെ ആഴ്ച മുതൽ ഭ്രൂണം ഗർഭസ്ഥ ശിശുവിന്റെ രൂപത്തിലേക്ക് എത്തിച്ചേരാൻ തുടങ്ങുന്നു. ദന്തമുകുളങ്ങൾ രൂപപ്പെടുന്നു. നഖങ്ങളും വിരലുകളും രൂപപ്പെടുന്നു. മുഷ്ടികൾ ചുരുട്ടുകയും അടയ്ക്കുകയും ചെയ്യുന്നു. കുഞ്ഞിന്റെ സുതാര്യമായ ത്വക്കിനടിയിലൂടെ മസ്തിഷ്കം, നാഡീവ്യൂഹം, കരൾ, കുടൽ, ആമാശയം എന്നിവ കാണാം. ഗർഭസ്ഥ ശിശുവിന്റെ പൊക്കിൾക്കൊടിയിലുള്ള രക്തവാഹിനി കുഴലിലൂടെ ശുദ്ധരക്തം കുഞ്ഞിലേക്ക് എത്തുകയും ശുദ്ധരക്തവാഹിനിയിലൂടെ അശുദ്ധരക്തം അമ്മയുടെ ശരീരത്തിലേക്ക് തിരിച്ചെത്തുകയും ചെയ്യുന്നു. ഏകദേശം 12 ആഴ്ചകളെ സമീപിക്കുമ്പോൾ കുഞ്ഞിന്റെ വൃക്കകൾ പ്രവർത്തന സജ്ജമാക്കുകയും കുഞ്ഞ് മൂത്രമൊഴിക്കാൻ തുടങ്ങുകയും ചെയ്യുന്നു. 14 ആഴ്ചയോടടുക്കുമ്പോൾ കണ്ണുകളും ചെവികളും പൂർണ്ണ വളർച്ചയെത്തുന്നു. ഗർഭകാലം 15 മുതൽ 20 ആഴ്ച വരെ. 15 മുതൽ 20 ആഴ്ചകളിൽ നിങ്ങളുടെ ശിശുവിന്റെ തൂക്കം 2 ഇരട്ടിയാകുന്നു. ശരീര വളർച്ചയോടൊപ്പം തന്നെ നാഡീവ്യൂഹവും വളർച്ച പ്രാപിക്കുന്നു. മസ്തിഷ്കവും ശരീരത്തിന്റെ ഇതര ഭാഗങ്ങളുമായി ബന്ധം സ്ഥാപിക്കപ്പെടുകയും ചെയ്യുന്നു. തുടർന്ന് ഗർഭസ്ഥ ശിശുവിന്റെ അസ്ഥിവ്യൂഹം ശക്തി പ്രാപിക്കുന്നു. കൂടാതെ കുട്ടിയുടെ കാഴ്ച, കേൾവി, ഗന്ധം, സ്പർശനം തുടങ്ങിയവ സംവേദനക്ഷമമാകുന്നു. ഈ അവസ്ഥയിൽ ഗർഭസ്ഥ ശിശുവിന് അമ്മയുടെ ഹൃദയമിടിപ്പും ശബ്ദവും കേൾക്കാം. ആയതിനാൽ അമ്മമാർ നല്ല പുസ്തകങ്ങൾ ഉറക്കെ വായിക്കുകയും നല്ല പാട്ടുകൾ കേൾക്കുകയും പാടുകയും ചെയ്യുന്നത് നല്ലതാണ്. ഈ ഘട്ടത്തിൽ കുട്ടി സ്വന്തം വിരൽ കുടിക്കുകയും ചെയ്യുന്നു. തുടർന്ന് ഓരോ അമ്മയും അവരുടെ ഗർഭകാലഘട്ടത്തിന്റെ ഏറ്റവും മനോഹരമായ മുഹൂർത്തത്തിലേക്ക് പ്രവേശിക്കുന്നു. 16 മുതൽ 20 ആഴ്ചകൾക്കുള്ളിൽ നിങ്ങളുടെ ഉള്ളിലെ ജീവന്റെ തുടിപ്പ് നിങ്ങൾക്കു തന്നെ അനുഭവക്ഷമമാകുന്നു. ഗർഭസ്ഥ ശിശുവിന്റെ ആദ്യ ചലനങ്ങളിലൂടെ. ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഗർഭകാലഘട്ടത്തിന്റെ പകുതി പിന്നിട്ടിരിക്കുന്നു.
പ്രസവത്തിന് മുന്നോടിയായി ഗർഭിണിയുടെ ശരീരത്തിലെ പ്രൊജസ്റ്റിറോൺ എന്ന സ്ത്രീ ഹോർമോണിന്റെ അളവ് കുറയുകയും മറ്റുള്ള ഓക്സിറ്റോസിൻ, പ്രോസ്റ്റാഗ്ലാൻഡിൻ തുടങ്ങിയ ഹോർമോണുകളുടെ ഉൽപ്പാദനം വർദ്ധിക്കുകയും ചെയ്യുന്നു. പ്രോസ്റ്റാഗ്ലാൻഡിൻ ഗർഭാശയകളത്തെ മൃദുലമാക്കുന്നു. ഓക്സിറ്റോസിൻ ഗർഭാശയ പേശികളുടെ സങ്കോചത്തെ സ്വാധീനിക്കുകയും ചെയ്യുന്നു. യഥാർത്ഥ ഗർഭാശയ സങ്കോചങ്ങൾ വളരെയേറെ വേദനയേറിയതും നീണ്ടു നിൽക്കുന്നതുമാണ്. ഈ ഗർഭാശയ സങ്കോച ഫലമായി ഗർഭസ്ഥ ശിശു ക്രമമായി വസ്തി പ്രദേശത്തേക്ക് തള്ളപ്പെടുന്നു. തുടർന്ന് ഗർഭാശയകളത്തിനെ അടഞ്ഞിരിക്കുന്ന ശ്ലേഷ്മപാളി പുറന്തള്ളപ്പെടുന്നു. അതിനുശേഷം ഗർഭസ്ഥ ശിശുവിനെ ആവരണം ചെയ്തിരിക്കുന്ന അമ്നിയോട്ടിക് സഞ്ചി പൊട്ടുകയും വെള്ളം പോവുകയും ചെയ്യുന്നു. തുടർന്ന് ഗർഭാശയഗളത്തിന്റെ വിസ്തൃതി വർദ്ധിക്കുകയും കനം കുറയുകയും ചെയ്യുന്നു. ഇപ്പോൾ ഗർഭിണിക്ക് താരതമ്യേന ശക്തമായ വേദന അനുഭവപ്പെടുന്നു. ഗർഭാശയഗളത്തിന്റെ വിസ്തൃതി 10 സെന്റിമീറ്ററായി വർദ്ധിക്കുകയും ചെയ്യുന്നു. ഈ സമയത്ത് ഗർഭിണിക്ക് മുക്കാൻ തോന്നുന്നു. ഇപ്പോൾ പ്രസവത്തിന്റെ 2ാം ഘട്ടം ആരംഭിച്ചു കഴിഞ്ഞു. രണ്ടാം ഘട്ടത്തിൽ ഓരോ ഗർഭാശയ സങ്കോചത്തിനൊപ്പവും കുട്ടി താഴേക്കിറങ്ങുന്നു. ഈ സമയത്ത് ശിശുവിന്റെ ശിരസിലെ അസ്ഥികൾ ഒന്നിനു മുകളിൽ ഒന്നായി വരികയും ഇത് കുഞ്ഞിന്റെ താഴോട്ടുള്ള പ്രയാണത്തെ സുഗമമാക്കുകയും ചെയ്യുന്നു. തുടർന്ന് അമ്മയുടെ ഓരോ മുക്കലിനൊപ്പവും കുഞ്ഞിന്റെ തല, മുഖം, തോളുകൾ, ശരീരം എന്നിങ്ങനെ പുറത്തു വരുന്നു. പ്രസവത്തിന്റെ 3ാം ഘട്ടത്തിൽ മറുപിള്ള വേർപെടുകയും പുറത്തു വരികയും ചെയ്യും. അമ്മയുടെ ഉദരത്തിൽ നിന്നും പുറത്തുവരുന്ന കുഞ്ഞ് ആദ്യ ശ്വാസോച്ഛ്വാസം ചെയ്യുന്നതോടെ അവിശ്വസനീയമായ ആ യാത്ര പൂർത്തിയായി കഴിഞ്ഞു. ശിശുപരിചരണം. ശിശുപരിചരണത്തിൽ അത്യന്താപേക്ഷിതമായി വേണ്ടത് അമ്മയുടെ സാമീപ്യമാണ്. ഇത് കുഞ്ഞിന് കരുതലിന്റെ പൂർണ്ണതയും സാമീപ്യത്തിന്റെ സുഖവും പകർന്നു നൽകുന്നു. അമ്മയുടെ സാമീപ്യം മുലയൂട്ടലിലൂടെ കുഞ്ഞിന് പകർന്നു നൽകാം. ചുരുങ്ങിയത് 20 മിനിറ്റെങ്കിലും കുഞ്ഞിനെ മുലയൂട്ടേണ്ടതാണ്. ഈ സമയത്ത്
2 സ്ഥലങ്ങളിൽ നിന്നും മുലയൂട്ടാൻ അമ്മമാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ കുഞ്ഞിനെ മൃദുലവും ചൂടുള്ളതുമായ തുണിയിൽ പൊതിഞ്ഞ് സംരക്ഷിക്കുകയും അണുബാധയേൽക്കാതെ ശ്രദ്ധിക്കുകയും വേണം. ആഹാരക്രമം. പ്രസവാനന്തര പരിചരണത്തിൽ വളരെയധികം പ്രാധാന്യമർഹിക്കുന്നതാണ് ഭക്ഷണരീതിയും ആഹാരക്രമവും. മുലയൂട്ടുന്ന അമ്മമാർക്ക് മാംസ്യവും ജീവകങ്ങളും ധാതുലവണങ്ങളും ധാരാളമടങ്ങിയ ഭക്ഷണം അത്യന്താപേക്ഷിതമാണ്. പച്ചക്കറികൾ, പഴവർഗ്ഗങ്ങൾ, പാലുൽപ്പന്നങ്ങൾ, മുട്ട, ചെറുമത്സ്യങ്ങൾ, മുളപ്പിച്ച പയറുവർഗ്ഗങ്ങൾ, ധാന്യങ്ങൾ തുടങ്ങിയവ ധാരാളമായി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം. ആർത്തവ വിരാമം. ഒരു സ്ത്രീയുടെ ജീവിതത്തിൽ അവൾ ഏറ്റവുമധികം പരിഗണന അർഹിക്കുന്നതും പരിലാളന ആഗ്രഹിക്കുന്നതുമായ കാലഘട്ടമാണ് ആർത്തവ വിരാമം. ഹോർമോൺ വ്യതിയാനങ്ങൾ മൂലമുണ്ടാകുന്ന ശാരീരിക മാനസികമായ മാറ്റങ്ങളെ ശരിയായ രീതിയിൽ സ്വീകരിക്കാൻ കഴിയാതെ പോയാൽ ആർത്തവ വിരാമം സ്ത്രീകളെ ഏകാന്തതയുടെയും ഒറ്റപ്പെടലിന്റെയും തുരുത്തിലേക്ക് വലിച്ചെറിയുന്നു. ആർത്തവ വിരാമത്തെ ഒരു ദുർഘടമായ പ്രതിസന്ധി എന്നതല്ലാതെ ജീവിതയാത്രയിലെ ഒരു സാധാരണ ഘട്ടമായി കണക്കിലെടുക്കാൻ കഴിഞ്ഞാൽ ഭയാശങ്കകളില്ലാതെ ഈ സമയം ആസ്വദിക്കാം.